പരമാവധി ക്ഷമിക്കുക, സാധ്യമായ എല്ലാ വഴികളും നോക്കി ഒടുവിൽ മാത്രം യുദ്ധമെന്നതാണ് ഭാരതത്തിന്റെ നീതിശാസ്ത്രം. അതാണ് നമ്മൾ പുലർത്തുന്നത്. എത്രയോ വട്ടം നമ്മുടെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി ശത്രുക്കൾ ചോര ചിന്തി. സഹികെട്ട് 2016-ലും 2019-ലും നമ്മുടെ സൈന്യം സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാന് മറുപടിയും കൊടുത്തു. അതിലും തൃപ്തരാകാതെ നെറുകേട് തുടർന്ന ശത്രുവിനെ കാത്തിരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദികളെ പിടികൂടാൻ കഴിയാത്തത് നിരാശയുണ്ടാക്കി. പക്ഷേ വിദേശ സന്ദർശനം പാതിവഴിയിൽ നിർത്തി മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ മറുപടി. India will identify, track and punish every terrorist and their backers. We will pursue them to the ends of the earth. ആദ്യം പാകിസ്ഥാന് മേലുള്ള നയതന്ത്ര നടപടികൾ, പിന്നാലെ സൈന്യത്തിന് ഉചിതമായ മറുപടിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം. ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്നു രാജ്യത്തിന്റെ തിരിച്ചടിക്കായി. മെയ് 7-ന് രാജ്യവ്യാപക മോക്ക് ഡ്രിൽ പ്രഖ്യാപിച്ചു. പക്ഷെ അന്ന് പുലർച്ചെ രാജ്യമുണർന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രകമ്പനമറിഞ്ഞാണ്. അതെ, പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിൽ കൃത്യം 25 മിനിറ്റിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ മറുപടി. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ നീണ്ടുനിന്ന സൈനിക നടപടി. പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ഭീകര കേന്ദ്രങ്ങൾ ചാരമായി. കൊടും ഭീകരരടക്കം 100-ലേറെ പേരെ ഇല്ലാതാക്കി ഓപ്പറേഷൻ സിന്ദൂർ. പിന്നാലെ ഇന്ത്യ വ്യക്തമാക്കി, ഇത് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്, ഒരു യുദ്ധമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ അടിമുടി ഭീകരതയിൽ മുങ്ങി നിൽക്കുന്ന പാക് സർക്കാരിനും പാക് സൈന്യത്തിനും ശരിയെ തിരിച്ചറിയാനുള്ള ശേഷി പണ്ടേ നഷ്ടപ്പെട്ടതാണല്ലോ. ഇന്ത്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചും അവർ യുദ്ധത്തിന് കളമൊരുക്കി. ജമ്മുവിൽ കനത്ത ഷെല്ലിംഗ്, രാജസ്ഥാനിലെയും പഞ്ചാബിലെയും അതിർത്തിയിലേക്ക് ഡ്രോണുകളും മിസൈലുകളും എത്തി. പക്ഷേ ആ തീക്കളിക്ക് പാകിസ്ഥാന് വലിയ വില നൽകേണ്ടി വന്നു. പാക് ഡ്രോണുകളും മിസൈലുകളും നമ്മുടെ പ്രതിരോധത്തിൽ തട്ടി ആകാശത്ത് തന്നെ എരിഞ്ഞടങ്ങി. പക്ഷേ പൂഞ്ചിൽ നമുക്ക് 16 പേരെ നഷ്ടമായി. മെയ് 8 രാത്രിയും 9-നും 10-ന് പുലർച്ചെയും പാകിസ്ഥാൻ ശരിക്കും അനുഭവിച്ചു. കറാച്ചി മുതൽ ഇസ്ലാമാബാദ് വരെയുള്ള പാക് വ്യോമത്താവളങ്ങൾ ഇന്ത്യൻ ആക്രമണത്തിൽ വിറച്ചുപോയി. സേനാവിമാനങ്ങൾ, റഡാർ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണശാലകൾ, റൺവേകൾ, അങ്ങനെ പാക് വ്യോമസേനയുടെ മുൻനിരയെ പൂർണ്ണമായും തകർത്തു നമ്മുടെ സൈന്യം. ഇന്ത്യൻ തിരിച്ചടിയിൽ പതറിപ്പോയ പാകിസ്ഥാൻ ലോകം മുഴുവൻ പരക്കം പാഞ്ഞു. വെടിനിർത്തൽ വേണമെന്ന് നമ്മളോട് കെഞ്ചി. മര്യാദയുടെ പേരിൽ ഇന്ത്യ അത് അംഗീകരിച്ചു. സമാധാനം തന്നെയാണ് എന്നും നമ്മുടെ ലക്ഷ്യം. മെയ് 10 വൈകിട്ട് 5 മണിക്ക് വെടിനിർത്തൽ നിലവിൽ വന്നു. പതിവ് തെറ്റിച്ചില്ല. പാകിസ്ഥാൻ വീണ്ടും കരാർ ലംഘനം നടത്തി. അതിനുള്ള തിരിച്ചടിയും നമ്മൾ നൽകി. ഒന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ തൽക്കാലം നിർത്തിവെച്ചിരിക്കുക മാത്രമാണ്. ഇനിയൊരു ഭീകരാക്രമണ ശ്രമം ഉണ്ടായാൽ അത് ആക്ട് ഓഫ് വാർ ആയി കണക്കാക്കും. മറുപടി പറയേണ്ടതില്ലല്ലോ.